സോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഓക്കെ ഗായ്സ്, സെറ്റായി. അപ്പം നമ്മളിന്ന് ഇപ്പം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തു. സർവൈവൽ. നമ്മൾ മൈൻക്രാഫ്റ്റ് കളി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചുമ്മാ ആലോചിച്ചപ്പം നമ്മളിങ്ങനെ ബെസ്റ്റ് ഗെയിംസ് ഓഫ് 2022 അടിച്ചു നോക്കി. അപ്പോൾ നോക്കാനും മൈൻക്രാഫ്റ്റ് ബെസ്റ്റ് ഗെയിംസിൻ്റെ വേൾഡ് നോക്കിയപ്പം അതിനകത്തും മൈൻക്രാഫ്റ്റാണ് എത്രാം സ്ഥാനം വരുന്നത് ഗൈസ്. എത്ര സ്ഥാനമാണെന്നറിയാ. മൈൻക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കെന്തിനാ ഊളക്കേനെയും ഗൈസ്. പിന്നെ ഞാൻ ഇത് കമ്പ്യൂട്ടർ കളിച്ചിട്ടുണ്ട് ഞാൻ ഈ ഗെയിം. അങ്ങനെയുള്ളൊരു ഇതേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പം ലൈക്ക് അടിക്കാത്തതുകൊണ്ട് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പിന്നെ സീഡ് നമ്മൾ നോക്കിയെടുത്തതാണ്. സീഡ് വേണ്ടവരുണ്ടെങ്കിൽ താഴെ ഞാൻ സീഡ് കൊടുത്തിട്ടുണ്ട്. അല്ലെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം ഗൈസ്. സ്പീഡൊക്കെ ഉണ്ട്. വീട്ടിനകത്ത് ഒരു റൂട്ട് അടിക്കാൻ നമുക്ക് പിന്നെ അതെല്ലാം വേറെ പണിയൊന്നും ഇല്ലല്ലോ ഗൈസ്. നമ്മൾ പിന്നെ ഒരു സ്പൂഡർ മോനാണ്. കണ്ടോ, സ്പൂഡർ മോൻ. വി ആർ സ്പൂഡർ മോൻ. ഒരു കട്ടിലോട്ട് പൊട്ടിച്ചെടുത്തേക്കാം ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്കിന്ന് ഒരു ഫാമിംഗ് സെറ്റപ്പ് ഉണ്ടാക്കണം. വീട് പണിയൊക്കെ പിന്നെ, ഫാമിംഗ് ഒക്കെ ആദ്യം. സാക്ക് ഇരിക്കട്ടെ. കുന്തവും കുടച്ചക്രമൊക്കെ ഇരിക്കുന്നു. കുന്തം കിട്ടിയ കുന്തം ഇട്ടത് ഇങ്ങനെ വന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ തിരിഞ്ഞിരിക്കുക. ബ്രോ ഓടല്ലേ കുണ്ടിക്കൊരു കുത്തി കൊടുക്കണം. ചന്തിയിൽ തന്നെ കുത്തി നേരെ കയറിപ്പോ. നല്ല സ്ഥലം തന്നെ. പക്ഷെ നല്ല സ്ഥലത്ത് കാലന്മാരുണ്ട്. ഇത് കണ്ടോ, സാമാനം പിടിച്ച വില്ലേജേഴ്സ് ഉണ്ട്. എൻ്റെ മോനെ, ഇവിടെ നിന്നൊക്കെ താഴോട്ട് വീണു. പിന്നെ വടിയായി ഗൈസ്. പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരേ. നമുക്കിനി ടിപ്സിൻ്റെ ആവശ്യമില്ല, നമ്മൾ പ്രോ അല്ലേ. നമ്മൾ വണ്ടേ പ്രോ. റൂളിൻ്റെ കൊണ്ടൊക്കെ ഇടൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഭയങ്കര പറ്റും. ഭയങ്കര പ്രോത്തരം കൂടിപ്പോയതിൻ്റെ. ലാവ. അയ്യോ, വീട് കത്തുന്നു. റഷീദ് എന്തുവാടാ ഇത്? ഇത്ര വലിയ ഇതാ. ഇത്രമാതിരി ഫ്രൈ അടിക്കുന്നു പന്നീനെയൊക്കെ. മോനെ ദേ ഇവിടെ ലാവയൊക്കെ ഇതിനകത്തോടെ ഒലിച്ചിറങ്ങുന്നു. എല്ലാം കൂടി ഒന്ന് പെറുക്കിയെടുക്കാം. അതിന് മുമ്പേ നമുക്ക് ആദ്യം വേണ്ട മരങ്ങളാണ്. നമ്മൾ പോയി മരങ്ങൾ എടുക്കാം. ദീവര യശോദ സൗദരാമ. വെള്ളം നല്ല സാധനം. എന്താ നമ്മളൊന്ന് വലിയുന്ന പുറയിലോട്ട്, എന്താണെന്നറിയത്തില്ല. നമ്മുടെ ഇതിന് കുറച്ച് വലിയ കൂടുതൽ. അവിടെ മരമുണ്ട്, ഇവിടെയും മരമുണ്ട്. നമുക്ക് അവിടെ പോയി വെട്ടാം. കാരണം ഇവിടെ മരമുണ്ട്. അപ്പോൾ അവിടെ പോയി വെട്ടുന്നേ ഇവിടുത്തെ നല്ല കാര്യം. ഞാൻ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്. മൈൻക്രാഫ്റ്റ് പുതിയതായിട്ട് കളിച്ച് എനിക്ക് വട്ടായെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകണ്ട, വില്ലേജേഴ്സ് ഉണ്ട്. വില്ലേജേഴ്സ് നമ്മുടെ ചന്തി അടിച്ച് ഇരിക്കും. അങ്ങനെ അടിച്ച് പെശക കീറി മുറി. വാട്ട് ഈസ് ദാറ്റ്? ഞാനെന്താണ് അവിടെ കിടന്ന് നീന്താൻ പോയത്? ട്രാപ്പ് പോലെ ഞാൻ അവിടെ കിടന്ന് നീന്താൻ പോയെന്ന് തോന്നുന്നു. മരം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഫോൺ ചാർജ് കയറിക്കോളൂ. ഇപ്പോഴാണ് സ്വിച്ച് ഓൺ ആക്കിയിട്ട്. ഓക്കെ, ഇപ്പോഴേ ഞങ്ങൾ പ്ലാൻസ് ആക്കിയേക്കാം. ഇങ്ങനെ ലാഗ് അടിച്ചിരിക്കുകയാണെങ്കിൽ എപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്യാനാ? ഫാമിംഗ് ഏരിയ ഒക്കെ ഉണ്ടാക്കാൻ സിമ്പിളാ. നമുക്കിതാ വേണ്ട. ഇതും ഒരു പിക്കാസ് ഉണ്ടാക്കണം. നമുക്ക് ആദ്യം പിക്കാസ് ഉണ്ടാക്കി ഇനി പോയി സ്റ്റോൺ കളക്ട് ചെയ്യണം. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. പൊട്ടൻ്റെ അറ്റോ കഴിച്ചുകൊണ്ട് പോവാം. അവിടാണ് നമ്മുടെ വില്ലേജേഴ്സ് ഉള്ളത്. അങ്ങോട്ട് ചെന്ന നാശമാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കാണാം കാളയുടെ പുറത്ത് കാലം കയറും പിടിച്ചുകൊണ്ടിരിക്കുന്ന. ഗായ്സ്, മരം എല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്.
പിന്നെ നമ്മുടെ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഗൈസ് നോൺ എഡിറ്റഡ് വീഡിയോസ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നോൺ എഡിറ്റഡ്. നേരത്തെ ഒരു സൗണ്ട് കേട്ടത് എന്താണെന്ന് വെച്ചാൽ അലാറം ഓണാക്കി വെച്ചിട്ട് ഓഫാക്കാൻ മറന്നുപോയി, അതിൻ്റെയാണ്. സ്റ്റോൺ കുത്തിയെടുക്കാം, കുറച്ചധികം വേണം. രാത്രി ആവുന്നതിന് മുമ്പേ എല്ലാം ചെയ്യണം. കട്ടിലുണ്ട്, രാത്രിയായാലും സീനൊന്നുമില്ല. നമ്മൾ അംഗത്തിനിറങ്ങും രാത്രി. ഗൈസ് അടുത്ത വീഡിയോയിൽ എന്തോ ഉണ്ടാക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീടുണ്ടാക്കാം. നോക്കാം അടുത്ത വീഡിയോയിൽ വീടുണ്ടാക്കാൻ. ഗൈസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. എഡിറ്റ് ചെയ്യൂ ഗൈസ്, എനിക്ക് സമയമില്ല എഡിറ്റ് ചെയ്യാൻ. എനിക്ക് വയ്യ വെറുതെ എഡിറ്റ് ചെയ്ത് നമ്മൾ നമുക്ക് കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യുക. ഞാനിവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചായിരുന്നു, കാണുന്നില്ല കേട്ടോ. അത് കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. ഞാനത് ഇല്ലെന്നും പറഞ്ഞു ഇത്ര നേരം. ഇത് 19 ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. കാരണം നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് ഒരു സ്റ്റോൺ ആക്സ്, സ്വാഡ്, വീണ്ടും പോയി സ്റ്റിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് ഒരു പിക്കാസും കൂടി ഉണ്ടാക്കണം. ഇത്ര മതി. ഓക്കെ സെറ്റ്. ക്രാഫ്റ്റിംഗ് ടേബിൾ കൈ കയറിയിട്ടുണ്ട്. അടിച്ചോടിക്കടാ കുതിരേനെയൊക്കെ. ഗൈസ് അപ്പോൾ ഇവിടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇത് ഫാമിങ് സ്ഥലം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ നേരം എന്നാലും വിശാലമായ സ്ഥലം. സൂര്യൻ അവിടെ ഉദിക്കുന്നു, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നു, ഇവിടെ കിടിക്കുന്നു. അതിന് മുമ്പേ നമുക്ക് കുറച്ച് സ്ഥലമെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. സ്ഥലമെല്ലാം പോച്ച പിടിച്ചിറക്കും. എല്ലാവർക്കും ഫുട്ബോൾ ഗെയിം ഉണ്ടാക്കി കൊടുക്കണ്ടേ. നമ്മൾ പെട്ടെന്ന് കളിയൊക്കെ നിർത്തണം. കളിയൊന്ന് ഇത് നിർത്തണം. പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാം ചെയ്യണം. ഇല്ലേ ഇത് നമ്മുടെ വില്ലേജറിൻ്റെ കൊച്ചുമക്കൾ വന്ന്, വില്ലേജേഴ്സിൻ്റെ പിള്ളേർ വന്ന് ഇവിടെ ഫുട്ബോൾ കളിക്കും. പോസ്റ്റ് കുത്തി ഫുട്ബോൾ കളിക്കും. ചുമ്മാ ഞാൻ അങ്ങനെയൊന്നും നടക്കത്തില്ല. നാളെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പോകാം. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഫ്രീ ഫയറിൽ ജംപ് ഷോട്ട് അടിച്ച് തന്നെ ആൾക്കാർ വന്ന് കളിയാക്കുന്നത്. അപ്പോഴേ കാര്യം പറയാൻ പറ്റത്തില്ല ഉമ്മാരുടെ. എല്ലാം ഒന്നിനെല്ലാം മെച്ചം. നമ്മൾ രാത്രിയിലും പണിയെടുക്കും എന്നൊന്നും എനിക്ക് പറയത്തില്ല. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ മാറിക്കിടന്നുറങ്ങും. ബെഡ് വെയ് രാവിലെ എണീറ്റിനും പണിയെടുക്കാം. നമുക്ക് ഇവിടെ ഒക്കെ ചെയ്യാം. കിട്ടി കുറേ കിട്ടി. സ്ലീപ്പിംഗ് ത്രൂ ദ സുപ്രഭാതം 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 ബിഗ് ബോസ്. എല്ലാം അരിഞ്ഞ് വെട്ടിക്കോ. ക്ലീൻ ആക്കുമ്പോൾ ഇങ്ങനൊരു സാധനം ഇന്ത്യ കാണിച്ചു തരാം ഗൈസ്. ഇത് കുറച്ച് അകന്ന് ഇന്ന് ക്ലീൻ ആക്കണം. ഇത് ഇങ്ങനൊരു സാധനം കണ്ടു. ഇതാണ് സീഡ്സ്. ഇത് നട്ടാലേ വീറ്റ് കിട്ടത്തുള്ളൂ. വീറ്റ് വെച്ചാണ് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ വിശപ്പ് മാറ്റേണ്ടത്. വീറ്റില്ലാതെ ഇവിടെ ഹേബയിൽ വെച്ചും ബ്രെഡൊക്കെ ഉണ്ടാക്കാം. ബട്ട് നമുക്ക് അങ്ങനെയൊന്നും പോരാ. പിന്നെ അവിടെ പോയിട്ട് ആ പശുവിനെ എല്ലാം തുറന്നിടണം. കാരണം എനിക്ക് കുറച്ച് ഫെൻസ് വേണം. ഇത്ര മതിയാവും സ്ഥലം. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് അവിടെ കൊണ്ടുവെക്കാം. ഇവിടെ വെച്ചേക്കാം ക്രാഫ്റ്റിംഗ് ടേബിൾ. നമുക്ക് ആ പിഗിനെ എല്ലാം പോയി തുറന്നു വിട്ടിട്ട് നമുക്ക് പോയി നമ്മുടെ കാര്യങ്ങൾ നോക്കണം എന്ന് പറയുമ്പം, നമ്മുടെ കാര്യം എന്ന് പറയുമ്പോൾ കയറി ചെല്ലുക, അവിടെ പോവുക, ആ സാമാനം പൊട്ടിച്ച് കളയുക. എന്ത് ചെയ്യുക സ്ഥലം താഴെയല്ലേ? ഇവിടെ താഴെ ഞാൻ ഇവിടെ നരം കളിച്ച്. ഓഹോ അത് കിട്ടിയില്ല. വീണ്ടും കയറി അവിടെ കയറി. വീട്ടിലേതാണ് എങ്ങനെയുണ്ട്? ഒന്ന് വെള്ളത്തിൽ മുങ്ങി കുളിച്ചേര്. നരൻ. ഞാനൊരു നരൻ. മാറിക്കട. പക്ഷേ കൊച്ചു പിള്ളേരെയൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നെന്ന് വെച്ചാൽ മോശം, വളരെ മോശം. പൊട്ടനായിട്ടാ. അവൻ ഒരു സൈഡ് തുറന്നപ്പോൾ അവൻ അത് പോരാ, അതിൽ കൂടുതൽ വേണം. ഇത് മൊത്തം കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് പോയി ഈ സാമാനം വേണ്ട. അത് ഗേറ്റൊക്കെ എന്തിനാ നമുക്ക്?
ഗേറ്റ് ആവശ്യം വരും, പറയാൻ പറ്റത്തില്ല. ഗേറ്റൊക്കെ ആവശ്യം വരും. എല്ലാം ആവശ്യമുള്ളതാണ് മകനെ. അതുകൊണ്ട് ഗേറ്റും അങ്ങ് പൊളിച്ചെടുത്തേക്കാം. നമുക്ക് പൊളിക്കടാ പൊളിക്കടാ പൊളിക്കടാ. ഫാമിങ്ങരി ഇന്ന് സെറ്റ് ആവത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ലിമിറ്റ് കൂടിയെന്ന് അറിയുന്നതുകൊണ്ട് അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.